ഹായ് ഹലോ അസ്സലാമു അലൈക്കും. 13ാമത്തെ നോമ്പ് റൂമിൽ നിന്ന് തന്നെ തുറക്കാമെന്ന് വിചാരിച്ചു. നല്ല അടിപൊളി ചായ ഉണ്ടാക്കി. പുറത്തുനിന്ന് ഇപ്പം കുടിക്കുമ്പോൾ ചായ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, വെള്ളം എന്നാൻ പറയാൻ വേണ്ടി പറ്റില്ല. കാരണം തിരക്ക് കാരണം അവർ ചായ നല്ല രീതിയിൽ ഉണ്ടാക്കാറില്ല ഹോട്ടലുകളിൽ. സിമ്പിൾ ആൻഡ് ഹമ്പിൾ നോമ്പ് എന്നൊക്കെ പറയുമല്ലോ, ഐ ലൈക്ക് ദാറ്റ്. ഓക്കെ, എന്താ പറയുക, ഞാൻ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ നോമ്പ് എടുക്കുന്നവർക്കറിയാം എന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. നമ്മൾ മറ്റുള്ളതൊന്നും വിവരിക്കേണ്ടെന്ന് ആവശ്യം ആയിരിക്കില്ല സംഭവം. ചില ആളുകൾ ഒരുപാട് ഫുഡൊക്കെ ഇങ്ങനെ കാണണം എന്നുള്ള ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും. എനിക്ക് തിരിച്ച് അങ്ങനെ സ്പെഷ്യലി ഇന്നേ ഫുഡ് പോകണമെന്നല്ല, അങ്ങനെ പോകണമെന്നോ ആ ഒരു രീതിയൊന്നും എൻ്റെ ഒരു ഇതിലില്ല. എന്ത് കിട്ടിയാണെന്ന് വെച്ചാലും മാഷാ അല്ലാ കഴിക്കും. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ, മറ്റുള്ള എല്ലാ ടൈമിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഫുഡിനോട് അങ്ങനെ വലിയൊരു ഇന്നേത് വേണം ഇങ്ങനെ വേണം അങ്ങനെയൊന്നുമില്ല, എന്ത് വേണമെച്ചാലും കഴിക്കും. അപ്പോൾ അതാണ് ഞാൻ റമദാൻ മാസം ഇത്തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നതും അതുപോലെ തന്നെ എൻ്റെ സിമ്പിളായിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതും അങ്ങനെയൊക്കെയാണ്. പിന്നെ എനിക്ക് ഈ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ജസ്റ്റ് വാങ്ങി വെച്ചതെന്നുള്ളൂ. ആഫ്റ്റർ ഈ ഒരു കുറച്ച് ചോറൊക്കെ തിന്നുമ്പോൾ തന്നെ വയറൊക്കെ മൊത്തത്തിൽ ഫുള്ളാവുന്നില്ല. നമുക്കൊന്നിനോട് താല്പര്യമില്ലാണ്ടാവും. പിന്നെ നല്ല അടിപൊളി ചായ ഉണ്ട്, നല്ല സൂപ്പർ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ചായ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം ഇറ്റ്സോ എന്താ പറയേണ്ടത്, നോമ്പ് കൊണ്ടാണെന്നറിയില്ല, നമുക്ക് ചായ എന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞാൻ റൂമിൽ തന്നെ ഉണ്ടാക്കി സ്വന്തം ചായ ഉണ്ടാക്കി. അപ്പം ഇൻഷാ അല്ലാ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നാളെ കാണാം. ഓക്കെ.